ട്രംപ് ലോകാധിപതിയായി വാഴും എന്നാണ് ഇവിടെയുള്ള ട്രംപ് അനുകൂലികളും ഇന്ത്യയിലെ ഭരണത്തെ അനുകൂലിക്കുന്നവരും ഒക്കെ വലിയ തോതിൽ പറഞ്ഞത്. ട്രംപിന് വലിയ അധികാരങ്ങളുണ്ട്, ട്രംപിന് സൈന്യമുണ്ട്, പണമുണ്ട്, സാമ്പത്തിക നിയന്ത്രണമുണ്ട്, എല്ലാമുണ്ട്, രാഷ്ട്രീയ മേധാവിത്വമുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് പാവപ്പെട്ട ഫലസ്തീനികളെ കൂട്ടക്കൊല നടത്തിക്കുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ട്രംപ് പറഞ്ഞ പോലെയാണ് ലോകം നടക്കാൻ പോകുന്നത് എന്നാണ്. പക്ഷെ ഇപ്പോൾ ഇന്നലെ ട്രംപിനെ മലയാളത്തിൽ പറഞ്ഞാൽ ശശിയാക്കിയിരിക്കുകയാണ് നമ്മുടെ പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ്. എന്താ കാര്യം? ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞു. അത് നമ്മൾ വെറുതെ ഫോൺ വിളിക്കുന്ന പോലെ കണക്ഷൻ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. രണ്ട് രാജ്യ തലവന്മാർ തമ്മിലുള്ള ഫോണാണ്. ഇത്ര സമയത്ത് വിളിക്കാന്ന് പറഞ്ഞാൽ 3 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ കൃത്യം 3 മണിക്ക് തന്നെ വിളിക്കണം. ട്രംപ് ചായയൊക്കെ കുടിച്ച് ഫോൺ കാത്തിരുന്നു. 4 മണിയായി ഫോൺ വന്നത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? താൻ വേണി അവിടെ ഇരുന്നോ, വേണി കാത്തിരുന്നോ, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ആരുടെ ആവശ്യമാണ് ഫോൺ? ട്രംപിന്റെ ആവശ്യമാണെന്ന് വന്നു. പുടിൻ ട്രംപിനെ ഒരു അരുക്കാക്കി എന്നതാണ് സത്യം. ഇത് ലോകമാധ്യമങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് പുടിനും തമ്മിലുള്ള സംഭാഷണം. അതിന് തന്നെ ട്രംപിന് തലയ്ക്കടിയേറ്റ മാതിരി. അത് കഴിഞ്ഞു സംഭാഷണം തുടങ്ങി. തന്റെ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറല്ല. സെലൻസ്കിയെ കണ്ട് അവിടെ നിന്നുള്ള ധാതുക്കൾ കൊള്ളയടിക്കാനുള്ള കരാറുണ്ടാക്കി നിങ്ങളവിടെ യുദ്ധം ഇല്ലാതാക്കി തരാം എന്ന ഉറപ്പിന്മേൽ. പക്ഷേ അതൊന്നും നടന്നില്ല. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് നോബൽ സമ്മാനം നേടാനാണ് ട്രംപിന്റെ ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പുടിൻ അടിച്ചു പൊളിച്ച് കൈ കൊടുത്തു. എന്താ കാര്യം? അങ്ങനെ താൻ വലിയ ആളാവണ്ട, ഞാൻ എൻ്റെ ടേംസിൽ വേണമെങ്കിൽ, എൻ്റെ നിബന്ധനകളിൽ വേണമെങ്കിൽ ചർച്ച നടത്താം, ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ. കാരണം പുടിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുന്ന പോലെ പുടിനോട് ട്രംപിന് പറയാൻ പറ്റില്ല. പുടിനോട് പറഞ്ഞാൽ പണി കിട്ടും. കാരണം പുടിൻ റഷ്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ, സ്വതന്ത്രമായ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അധിപതിയാണ്. അദ്ദേഹം ഏകാധിപതി തന്നെയാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് അദ്ദേഹം ഏകാധിപത്യം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ 2 ഏകാധിപതികൾ അല്ലെങ്കിൽ 2 സർവാധിപതികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയിലാണ് കണ്ടത്. കാരണം ലോകത്തിലെ പല വിഷയങ്ങളിലും, അത് ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ട്രംപിനും പുടിനും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഏറ്റവും പ്രകടമാകുന്നത് ഉക്രൈൻ യുദ്ധത്തിലാണ്. നമുക്ക് വളരെ പെട്ടെന്ന് അറിയാവുന്ന ഉക്രൈൻ യുദ്ധത്തിലാണ്. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. റഷ്യയുടെ ചില വ്യാപാര താല്പര്യങ്ങൾ അതിന് പുറത്ത്. ഉക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കാമെന്ന് നാറ്റോ മുമ്പ് തീരുമാനിച്ചതാണ്. എന്തേ നാറ്റോ പുറകോട്ട് പോയത്? പുടിനെ പേടിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ട്രംപ് അല്ല ലോകത്തിന്റെ സർവാധികാരി, താനാണ്. താൻ നിയന്ത്രിക്കുന്നിടത്ത് ട്രംപിന് നിൽക്കേണ്ടി വരും എന്നാണ് ഇന്നലത്തെ ഫോൺ സംഭാഷണത്തിലൂടെ പുടിൻ നൽകിയ സിഗ്നൽ. ആ സിഗ്നൽ ലോകരാജ്യങ്ങൾക്കുള്ളതാണ്, ഇന്ത്യക്കുള്ളതാണ്, മറ്റാളുകൾക്കുള്ളതാണ്. അപ്പോ ഈ നയതന്ത്രം, പുടിന്റെ നയതന്ത്രം വളരെ കൃത്യമായും ട്രംപിനെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ട്രംപിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കയ്യും കാലും കിട്ടി ഇന്ത്യക്കാരെ വിട്ടാലും ഞങ്ങൾക്കൊരു വിരോധമില്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ആ രാജ്യം മനസ്സിലാക്കേണ്ടത് ട്രംപിനോട് കൃത്യമായി നിലപാടെടുത്ത് നിന്നാൽ ട്രംപ് വഴങ്ങും. പക്ഷെ അതിന് നട്ടെല്ല് എന്ന സാധനം വേണം. ഞാൻ പുടിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയല്ല. പുടിൻ ഉക്രൈനെതിരെ നടത്തുന്ന ആക്രമണം തെറ്റ് തന്നെയാണ്. പക്ഷേ ട്രംപിന് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോൾ ഒരു ശേഷിയില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ട്രംപ് വിചാരിച്ച് ഞാനാണ് ഐക്യരാഷ്ട്രസഭ, ഞാനാണിതെല്ലാം എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തെറ്റിയിരിക്കുന്നു എന്നാണ് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാനുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ കഴിവുള്ള ആള് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് നമ്മുടെ ചില നയതന്ത്ര വിദഗ്ധനായിരുന്ന രാഷ്ട്രീയ നേതാവൊക്കെ പറയലോടെ എന്തൊരു സന്തോഷം. ലോകത്തിൽ അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ഒരു MP കൂടിയാണ്. പക്ഷേ ഇപ്പൊ അതൊക്കെ പൊളിഞ്ഞു, അതൊന്നും അല്ലാന്ന് പൊളിഞ്ഞു. കാരണം ട്രംപിന്റെ സഹായത്തോടു കൂടി യുദ്ധം നിർത്തിക്കാം എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ ഈ ഒട്ടകം ഉത്തരം താങ്ങികൾ എന്ന് പറയും. പല്ലി ഉത്തരത്തിലിരുന്ന് ചിലക്കുമ്പോൾ പല്ലിയുടെ ഒരു ധാരണ ഈ ഉത്തരവൊക്കെ എന്റെ ജോലിലായിരിക്കണേന്ന്. യഥാർത്ഥത്തിൽ ട്രംപിനെ കണ്ട് അങ്ങനെ ലോക സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി വരാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി കൂടിയാണ് പുടിന്റെ ഈ നിലപാട്.